എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലല്ലോ. കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിക്കോളൂ സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ? നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ സിനിമയിൽ നായകനാവുന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിലും ബുദ്ധി വേണോ? ബുദ്ധി. അഭിനയം പഠിക്കാൻ അവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിനൊരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിന് പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ. ആടിച്ചിവന്റെ ഒക്കെ ഇനി ഒരു അച്ഛനും വേണ്ടിയ ചവിട്ടി പണ്ടം പൊട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി. നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റണോ നിനക്കൊക്കെ? കണ്ടിടുന്നയൊക്കെ നിന്നെയൊക്കെ ഒടേനം വരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ? സിനിമാക്കാർക്ക് എന്താണ് 2 കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്രയും ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് തെണ്ടിയും തെറികേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്ന് എല്ലിന്റെ ഇടക്കറിയപ്പോ നിനക്കൊക്കെ ചാൻസ് ചോദിച്ചു വരുന്നവരോടൊരു പോയി ഞാൻ ഈ ഊത്തവയറിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാണി ചെയ്തത്. ഇനി പറയണ സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ? ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് ആയിത്തീരാതെ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. പോലീസ് കേരള പന്നികളാ ചാടിപ്പോലടാ. ശരിയാക്കി തരണല്ലോ സാർ. സത്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? ആരാണ് താങ്കൾ തട്ടിക്കൊണ്ടുപോയത്? സാറിന് തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്താ? ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു സാർ. ഇതിലെന്തെങ്കിലും സിനിമാ ബന്ധമുണ്ടോ? സാർ താങ്കൾ ഒന്നും പറയാതെ പോകുകയാണ് സാർ. എനിക്കൊന്നും പറയാനില്ല സാർ. ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണമായിരുന്നു. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. തട്ടിക്കൊണ്ടുപോയതിൽ താങ്കൾക്ക് ഒരു പരാതി ഇല്ലെന്നാണോ? എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എങ്കിലല്ലേ പരാതിപ്പെടേണ്ട ആവശ്യമുള്ളൂ. വണ്ടി എടുക്കും സാർ. തന്നെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അപ്പൊ പ്രതികളെന്ന് കരുതി പിടിച്ച ഇവരെ എന്ത് ചെയ്യും സാർ? ഒഴുകി തിന്നും. ഇറങ്ങി വെറുമല്ല. അയാൾക്ക് പരാതിയില്ല, പിന്നെ നമുക്കാണ് സൂക്കേട്. ഇറങ്ങി പാടല്ല. നിന്റെയൊക്കെ ഇളി ഞാൻ മാറ്റി തരാടാ. എന്തെങ്കിലും ഒരു കേസിന് നിന്നെയൊക്കെ എന്റെ കിട്ടും. കുറിച്ച് വെച്ചോടാ. വണ്ടി എടുക്കണം. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. പക്ഷെ മാഷ് കണ്ട് പഠിച്ചതല്ലേ. വിശക്കുമ്പോ തിന്നണം, കിടക്കുമ്പോ ഉറങ്ങണം. അത്രേ ഉള്ളൂ ഞങ്ങൾ. മാഷയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങ പെട്ട പാടൊക്കെ മുകളിലിരിക്കുന്നവൻ കാണുന്നുണ്ട്. മാഷൊരിക്ക് വലിയ അളവും അത് ഷൂറാണ്. അപ്പൊ ഞങ്ങളെ കണ്ട മറക്കാതിരുന്നാ മതി. കാണുമ്പോ ഒരു സലാം, അത് മതി. പോണേണ് മാഷേ. കഥ പോലൊരു കനവിനെ എഴുതുന്നു
കടലോളവും ആശകൾ തന്നാരോ കളിയാമൊരു ജീവിത നടനത്തിൻ വഴിയേതോ നിഴലായകലും വേഷമാടിയോ വ്യാമോഹം നെഞ്ചിൽ വേദി തേടി ഭൂവിൽ തിരശീലകണീർത്തി ഈ മിഴികളിൽ നടനമൊരല കടലായി വരുമോ തിരയുത്സവമായി ഈ മുഖമിനി അലയിടുമോ. ചിലപ്പോൾ കഥയും കഥാപാത്രങ്ങളും അന്വേഷിച്ച് ഞങ്ങൾ സിനിമാക്കാർ ദിവസങ്ങളും ദൂരങ്ങളും സഞ്ചരിക്കാറുണ്ട്. മറ്റു ചിലപ്പോൾ കഥാപാത്രങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്കെത്തും. ചാക്കിൽ കെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ വളർത്തുപൂച്ചയെപ്പോലെ താൻ എന്നെ വീണ്ടും കണ്ടുമുട്ടിയതുപോലെ. സാർ, 1000-ൽ 1-2 പേർക്കാണ് അഭിനയിക്കാനുള്ള കഴിവ് കിട്ടുക. അതിലെത്ര പേർ നടന്മാരാകാറുണ്ട്? അവരിൽ ആരൊക്കെ സിനിമയിൽ എത്തിപ്പെടുമെന്നും എത്തുന്നവരിൽ എത്ര പേർ നിലനിൽക്കുമെന്നും ആർക്കാണ് പറയാനാവുക? മോഹൻ, നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിത്തീരുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. ഓ അണിയറ മുറിയിലെ രാവിൽ നീ മറവിയിൽ മാഞ്ഞോ നിഴലുകൾ ചമയമണിഞ്ഞോ കിനാവിൻ്റെ ചന്തങ്ങൾ കണ്ണാടി നോക്കുന്ന നേരം ദൂരെ വാനിൽ മായും നക്ഷത്രമേ വെട്ടമേകാമോ. ബെസ്റ്റ് ആക്ടർ ജൂനിയർ 2010 ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ മനോഹരമായ സന്ധ്യയിൽ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് ആക്ടർ ജൂനിയറിലെ മിന്നുന്ന താരങ്ങളാണ്. 10 റൗണ്ടുകളിലെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 4 മത്സരാർത്ഥികളാണ്. അതിൽ 3 പേരും തങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞു. ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ? ജഡ്ജസിന്റെ കൺഫ്യൂഷൻ കൂട്ടാനായി ഇത് അവസാന പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു അഭിജിത്ത്. ലെറ്റ്സ് വെൽക്കം അഭിജിത്ത് ഓൺ സ്റ്റേജ്. അഭിക്കുട്ടാ, എന്തോ എന്താണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്? ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സിനിമാ നടനാൻ മോഹിച്ച് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ചില രസകരമായ സംഭവങ്ങളാണ്. എല്ലാ തവണയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുള്ള അഭിജിത്ത് ഇത്തവണയും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അഭി, ആരാണ് ഈ ഐഡിയ പറഞ്ഞത്? അത് പറഞ്ഞോളൂ. എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണ്. ഇന്നെങ്കിലും അച്ഛൻ കൂടെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? അഭിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി പോകുന്ന അഭിയുടെ അച്ഛൻ ഇന്നാദ്യമായി മകന്റെ പ്രകടനം നേരിട്ട് കാണാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്.